നെക്സ്റ്റ് ടോപ്പിക്കാണ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്. അതിൽ ഒന്നാമത്തെ തിയറമാണ് സപ്പോസ് C is a path in an open region R of the xy plane and is defined by R of t equal to x of ti plus y of tj plus y of tj a less than or equal to t less than or equal to b. If f of xy is equal to p of xyi plus q of xyj is conservative vector field in R and phi is a potential function for f, then integral over c f dot dr is equal to integral over c del phi dot dr, that is equal to phi of b minus phi of a, where a equal to x of a y of a and b equal to x of b y of b. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം തിയറം, അതായത് ഇതിലെ ഈ റിസൾട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് എഫ് എന്നൊരു ഫങ്ഷനുണ്ട്, പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫങ്ഷനാണ്. അല്ല, സെഡ് ഉണ്ടാവില്ല, എക്സ് വൈയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ എഫ് എന്താവണം? ഡെൽ ഫൈ ആവണം, വേണ്ടേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഫൈ കിട്ടുമല്ലോ, ഒരു പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫൈ കിട്ടും. അത് എക്സ് വൈയിലുള്ള ഫങ്ഷനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. ഈ ബി എന്ന് പറഞ്ഞാൽ ടെർമിനൽ പോയിൻറ്റും എ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിൻറ്റുമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് അതേപോലെ ഒന്നും ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? നമ്മൾ പൊട്ടൻഷ്യൽ ഫങ്ഷനിൽ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും കൊടുക്കുക, അത് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് അടുത്തത്. കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിന് വന്ന ക്വസ്റ്റ്യനാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടുന്ന് ഷുവറാണ്. ഷോ ദാറ്റ് ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 2xi plus 2ij plus 4zk ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആൻഡ് in any domain in space. Also evaluate integral over a curve C with initial point a of 0, 0, 0 and terminal point b 2, 2, 2. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? ഈ എഫിന്, ഈ ഒരു എഫ് ഉണ്ടല്ലോ, 2xi plus 2yj plus 4zk എന്നുള്ള ഈ ഒരു എഫ് ഉണ്ടല്ലോ, ഈ എഫിന് കറസ്പോണ്ടിങ് നമ്മളൊരു പൊട്ടൻഷ്യൽ ഫങ്ഷൻ കാണണം. സോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എഫ് എന്നത് എന്തായിരുന്നു? 2xi പ്ലസ് 2yj പ്ലസ് 4zk അല്ലേ? 4zk. അപ്പം ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആവുന്ന രൂപത്തിൽ നമുക്കൊരു ഫങ്ഷൻ കാണാൻ കഴിയണ്ടേ? ഇതിൻ്റെ അർത്ഥം എന്താ? ആ ഫങ്ഷൻ ഫൈനെ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്താൽ ith കമ്പോണൻ്റ് ആയിട്ടുള്ള 2x കിട്ടും. അതേപോലെ നമ്മുടെ ഫങ്ഷനെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്താൽ jth കമ്പോണൻ്റ് കിട്ടും, സെഡിൽ ഡെറിവേറ്റീവ് ചെയ്താൽ 4z, അതായത് kth കമ്പോണൻ്റ് കിട്ടും. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഏതായിരിക്കും ഫങ്ഷൻ എന്നത്? ഇപ്പോൾ ജസ്റ്റ് 2x ഏതിൻ്റെ ഡെറിവേറ്റീവാണ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ ഉണ്ട്, അതായത് എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റീവ് ചെയ്താൽ 2x കിട്ടും. പ്ലസ് ഇനി 2y ഏതിൻ്റെ ഡെറിവേറ്റീവാണ്? വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ വൈ സ്ക്വയർ. അപ്പോൾ ഈ ഫങ്ഷനെ നമ്മൾ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് 2y കിട്ടും. അപ്പോൾ jth കമ്പോണൻ്റായി. ഇനി kth കമ്പോണൻ്റ് 4z ആണ്. അപ്പോൾ 4zൻ്റെ ഏത് ഫങ്ഷനെയാണ് ഡെറിവേറ്റീവ് ചെയ്താൽ 4z കിട്ടുക? അപ്പോൾ z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് 2z കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? 4z വേണ്ടത്. അപ്പോൾ 2z സ്ക്വയർ എന്ന ഫങ്ഷനെ ഡെറിവേറ്റീവ് ചെയ്ത് നോക്കൂ, നമുക്ക് 4z കിട്ടൂലേ? അപ്പോൾ 2z സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ എന്ന പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫൈ. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് ഫൈ എന്ന് നമുക്ക് കിട്ടണം. 5 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്താൽ പോരാ, എങ്ങനെ തന്നെ ചെയ്യണം. ഡോ ഫൈ ബൈ ഡോ എക്സ് 2x ആണ്, ഡോ ഫൈ ബൈ ഡോ വൈ 2y ആണ്, ഡോ ഫൈ ബൈ ഡോ സെഡ് 4z ആണ്. എന്നിട്ട് അതിനെ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾ ഫങ്ഷൻ കാണണം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കുക, ഇതാണ് നമ്മുടെ ഫങ്ഷൻ കിട്ടുക എന്നുള്ളൊരു ഐഡിയ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താ? ഇവിടെ ith കമ്പോണൻ്റാണ് ഡോ ഫൈ ബൈ ഡോ എക്സ്, അതെന്താ? 2x ആണ്. ഡോ ഫൈ ബൈ ഡോ വൈ എന്താ?
2y അല്ലേ, അത് 2y. ഡോ ഫൈ ബൈ ഡോ സെഡ് എന്നതോ 4z. നമ്മൾ ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഇതിനെ ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. ഈ ഒരു 3 ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫങ്ഷൻ കിട്ടുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഇക്വേഷനെ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു സൈഡ് കിട്ടുക 5 എന്നല്ലേ കിട്ടുക. അപ്പോൾ 5 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുക. ആ ഇക്വേഷൻ ഇപ്പം നമുക്കിവിടെ എന്തൊക്കെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവേ, ഈ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ ഡോ ഫൈ ബൈ ഡോ വൈ അല്ലേ, അപ്പോൾ ഇവിടെയും ഡോ ഫൈ ബൈ ഡോ വൈ ആവണമെങ്കിൽ ആ കിട്ടിയ ഫംഗ്ഷൻ നമ്മൾ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യണ്ടേ. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യും. വീണ്ടും അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു 5 എന്ന് കിട്ടും. ആ 5ഉം മൂന്നാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഡോ ഫൈ ബൈ ഡോ സെഡ് ആക്കണം. അപ്പോൾ അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നാമത്തെ ഇക്വേഷനെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതിൽ, എക്സിൽ. അപ്പം എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്, അതായത് ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2x dx എന്ന് കിട്ടും. ശരിയല്ലേ? ഇപ്പം നോക്കൂ, LHS ഡെറിവേറ്റീവും ഇൻ്റഗ്രലും ഒരേ സമയം വന്നു. അപ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ, ഫങ്ഷൻ കിട്ടും. അപ്പോൾ 5 ഈക്വൽ ടു ഇനി 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്നാണ് വരിക. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, x²/2. ശരിയല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടുമല്ലോ. ആ കോൺസ്റ്റൻറ്റ് ഇവിടെ ഇപ്പോൾ എക്സിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ വൈയിലുള്ള എല്ലാ ഫങ്ഷൻസും കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ ഞാൻ h(y) എന്ന് വിളിച്ചു. ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ h(y) എന്ന് വിളിച്ചു, കാരണം വൈയിലുള്ള ഫങ്ഷൻസ് എല്ലാം കോൺസ്റ്റൻറ്റുകളായതുകൊണ്ട്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ നമുക്ക് 5 എന്ത് കിട്ടും, 5 ഈക്വൽ ടു x² പ്ലസ് h(y) എന്ന് കിട്ടി. ഈ ഇക്വേഷനെ നാലാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ 3 ഇക്വേഷനാണ്. ഇപ്പം നമുക്ക് 5 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ 5നെ നമ്മൾ എന്താക്കി മാറ്റണം, ഡോ ഫൈ ബൈ ഡോ വൈ ആക്കി മാറ്റണം. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ വൈ ആക്കി മാറ്റണമെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഇക്വേഷന് വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഇക്വേഷന് 5 ആണ്. അപ്പം ഈ 5നെ ഇക്വേഷൻ 4നെ എന്ത് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. ഏതിൽ, പാർഷ്യലി ഡെറിവേറ്റീവ് ഏതിലാണ് ചെയ്യേണ്ടത്, നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അത് ഏതിലാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉള്ളത്, വൈയിലാണ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യും. അപ്പോൾ ഈ നാലാമത്തെ ഇക്വേഷന് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 5 എന്നത് എന്തായി മാറും, ഡോ ഫൈ ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് x² പ്ലസ് h(y) എന്ന് കിട്ടി. ഇവിടെ നമുക്ക് സം റൂൾ കൊടുത്തൂടെ. അപ്പോൾ എന്ത് വരും, ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എന്ത് വന്നു, x² പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് x² പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് h(y) എന്ന് വരില്ല, h(y). ഈ x²നെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ആൻസർ എന്താ വരിക, 0 പ്ലസ് h(y)നെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വരും, h'(y) എന്ന് വരും. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു h'(y). ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു h'(y). ഇതാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ 5. ഇപ്പോൾ നോക്കൂ, 5 എന്നത് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു h'(y). ഇനി നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 2 എന്തായിരുന്നു, ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2y. ഇതാണ് ഇക്വേഷൻ 2. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡോ ഫൈ ബൈ ഡോ വൈന് പകരം നമുക്ക് എന്ത് ചെയ്യാം, h'(y) എന്ന് കൊടുത്തൂടെ, കാരണം 5 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, h'(y) is equal to
2y എന്ന് വന്നു. അതിന് നമ്മൾ അടുത്ത നമ്പർ 6 എന്ന് വിളിച്ചു. ഇനി നോക്കൂ, നമുക്കിവിടെ ഒരു 5 ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എച്ച് ഓഫ് വൈയുടെ ആവശ്യമുണ്ട്. നിങ്ങളിത് കാണുമ്പം ഒരു പേപ്പറിൽ എഴുതിയിട്ടിങ്ങനെ പ്രോബ്ലം ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ എച്ച് ഓഫ് വൈ ആണുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ എച്ച് ഡാഷ് ഓഫ് വൈ ആണ്. ഈ എച്ച് ഡാഷ് ഓഫ് വൈയിൽ നിന്ന് നമുക്ക് എച്ച് ഓഫ് വൈ കിട്ടണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇക്വേഷൻ 6നെ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 6 വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പം എന്ത് വന്നു? ഇൻ്റഗ്രൽ എച്ച് ഡാഷ് ഓഫ് വൈ ഡി വൈ is equal to ഇൻ്റഗ്രൽ എച്ച് ഡാഷ് ഓഫ് വൈ ഡി വൈ is equal to ഇൻ്റഗ്രൽ 2y dy എന്ന് വന്നു. ഇവിടെ നോക്കൂ, ഇൻ്റഗ്രലും ഡെറിവേറ്റീവും സെയിം ടൈം വന്നില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്തായിട്ട് മാറും? എച്ച് ഓഫ് വൈ ആയിട്ട് മാറി. സോ എച്ച് ഓഫ് വൈ ഈക്വൽ ടു, ഇത് നോക്കൂ, 2 കോൺസ്റ്റൻറ്റാണ്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി വൈ എന്നല്ലേ വരാം. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ y²/2 പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ലേ? ആ കോൺസ്റ്റൻറ്റ് ഇപ്പോൾ നമ്മൾ എക്സിലും വൈയിലും ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതിലായിരിക്കും കോൺസ്റ്റൻറ്റ് വരിക? സെഡിൽ. അപ്പോൾ ജി ഓഫ് സെഡ് ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാലോ. സോ എച്ച് ഓഫ് വൈ ഈക്വൽ ടു y² പ്ലസ് ജി ഓഫ് സെഡ്. അടുത്ത ഇക്വേഷനായി. ഇത് 7th ഇക്വേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 5 ഈക്വൽ ടു x² പ്ലസ് എച്ച് ഓഫ് വൈ ആണ്. അപ്പോൾ ഈ എച്ച് ഓഫ് വൈൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് കൊടുക്കാം? 7 കൊടുക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 7 ഇൻ ഇക്വേഷൻ 4. അപ്പോൾ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 7 ഇൻ 4. ഇപ്പോൾ 4 എന്ന ഇക്വേഷൻ എന്താണ്? 5 ഈക്വൽ ടു x² പ്ലസ് എച്ച് ഓഫ് വൈ ആണ്. എച്ച് ഓഫ് വൈ നമുക്കിപ്പോൾ എന്ത് കിട്ടി? y² പ്ലസ് ജി ഓഫ് സെഡ് എന്ന് കിട്ടി. അപ്പോൾ y² പ്ലസ് ജി ഓഫ് സെഡ്. അപ്പോൾ 5 ആയി. ഇത് എത്രാമത്തെ ഇക്വേഷനാണ്? 8. ഇനി ഞാൻ പറഞ്ഞു അവിടെ 1, 2, 3 ആ 3 ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. ഇനി ആ മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ കിട്ടിയ ഫൈനെ എന്ത് ചെയ്യണം? സെഡിൽ ഡെറിവേറ്റീവ് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് 8ാമത്തെ ഇക്വേഷനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. ഏതിൽ? സെഡിൽ. ഇപ്പോൾ ഡോ 5/ഡോ സെഡ് എന്നല്ലേ വരാം. ഇപ്പോൾ ഡോ 5/ഡോ സെഡ് ഈക്വൽ ടു ഡോ സെഡ് ഓഫ് x² പ്ലസ് y² പ്ലസ് ജി ഓഫ് സെഡ് എന്ന് വരുമല്ലോ. സം റൂൾ ഉപയോഗിക്കുക. അതായത് ഡോ സെഡ് ഓഫ് x² പ്ലസ് ഡോ സെഡ് ഓഫ് y² പ്ലസ് ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ്. ഈ ഡോ സെഡ് ഓഫ് x² എന്താ? 0 അല്ലേ? കാരണം എക്സിനെ സെഡിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0. ഡോ സെഡ് ഓഫ് y²ഓ അതും 0. ഇനി ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡിനെ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജി ഡാഷ് ഓഫ് സെഡ് കിട്ടി. സോ ഇതിൻ്റെ LHS എന്തായിരുന്നു? ഡോ 5/ഡോ സെഡ് is equal to ജി ഡാഷ് ഓഫ് സെഡ്. അടുത്ത ഇക്വേഷൻ 9. ഇനി 9ഉം നമ്മൾ ഇക്വേഷൻ 3യും കൂടി കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 3 എന്തായിരുന്നു? ഡോ 5/ഡോ സെഡ് ഈക്വൽ ടു 4z. ഇതാണ് ഇക്വേഷൻ 3. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. അതായത് 9 ഏതിൽ കൊടുത്താൽ മതി? 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡോ 5/ഡോ സെഡ് പകരം നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജി ഡാഷ് ഓഫ് സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ജി ഡാഷ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 4z. ഇതിൽ നിന്നും നമുക്ക് എന്താ വേണ്ടത്? ജി ഓഫ് സെഡ് ആണ് വേണ്ടത്. കാരണം 8ാമത്തെ ഇക്വേഷൻ നിങ്ങൾ നോക്കൂ, 5 ഈക്വൽ ടു x² പ്ലസ് y² പ്ലസ് ജി ഓഫ് സെഡാണ്. അപ്പോൾ ഇതിൽ നിന്നും ജി ഓഫ് സെഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഇതിനെ ഈ ഒരു ജി ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 4z ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ജി ഡാഷ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 4z ഡി സെഡ്. വീണ്ടും ഡെറിവേറ്റീവും അതേപോലെ തന്നെ ഇൻ്റഗ്രലും ഒരുമിച്ച് വന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്ത് വരും? ജി ഓഫ് സെഡ് എന്ന് വരില്ലേ? അപ്പോൾ ജി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കൂ, ഇൻ്റഗ്രൽ 4z ഡി സെഡ് ആണ്. 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 4 ഇൻറ്റു ഇൻ്റഗ്രൽ സെഡ് ഡി സെഡ് എന്ന് വരും അല്ലേ? 4 ഇൻറ്റു ഇൻ്റഗ്രൽ സെഡ് ഡി സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ സെഡ് ഡി സെഡ് പറഞ്ഞാൽ z²/2
പ്ലസ് സി. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വന്നു? 2 വന്നു. 2z² പ്ലസ് സി. ഇതാണ് എന്ത്? ജി ഓഫ് സെഡ്. ഇക്വേഷൻ നമ്പർ 10. ഇനി എട്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഫൈവ് ഈസ് ഈക്വൽ ടു എട്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² പ്ലസ് y² പ്ലസ് ജി ഓഫ് സെഡ് ആയിരുന്നു. നമ്മളെ പത്താമത്തെ ഇക്വേഷൻ എന്താ? ജി ഓഫ് സെഡ് ഈക്വൽ ടു 2z² പ്ലസ് സി. അപ്പോൾ അതവിടെ എട്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² പ്ലസ് y² പ്ലസ് ജി ഓഫ് സെഡ് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരുന്നു കിട്ടിയത്? 2z² പ്ലസ് സി. 2z² പ്ലസ് സി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈ എന്ന പൊട്ടൻഷ്യൽ ഫങ്ഷൻ. ഇനി സി എന്നത് 0 ആവും. കാരണം എന്താ? നമ്മുടെ ഫൈയുടെ ഇനീഷ്യൽ പോയിൻ്റ് എന്താണ്? 0 0 0 അല്ലേ? അപ്പം x² പ്ലസ് y² പ്ലസ് 2z² പ്ലസ് സി ഈക്വൽ ടു 0 വരും. അതുകൊണ്ട് തന്നെ നമുക്ക് സി 0 വന്നിട്ട്. അതുകൊണ്ട് നമ്മുടെ ഫങ്ഷൻ എന്നത്, പൊട്ടൻഷ്യൽ ഫങ്ഷൻ എന്നത് x² പ്ലസ് y² പ്ലസ് 2z². ഓക്കെ. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ എന്തായിരുന്നു? 2x. ഇതിന് എക്സിൽ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് 2x കിട്ടും. ആയി. പ്ലസ് ഇതിനെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്താൽ 2y. അതാണ് ചെയ്ത് കമ്പോണൻറ്റ്. z ഡെറിവേറ്റീവ് ചെയ്താലോ 4z. ഇതല്ലേ നമ്മുടെ ഫങ്ഷന്. അപ്പം ഇതാണ് നമ്മുടെ ഫങ്ഷന്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഫങ്ഷൻ. സോ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇത് ഈക്വൽ ടു നമ്മുടെ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും ഉണ്ട്. ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ. നമ്മുടെ ഫസ്റ്റ് തിയറമാണ്. ഫൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് 2 2 2 മൈനസ് ഫൈ ഓഫ് 0 0 0. ഇനി ഫൈ ഓഫ് 2 2 2 പറഞ്ഞാൽ എന്താ? ഫൈ എന്നത് x² പ്ലസ് y² പ്ലസ് 2z². ഇതിൽ എക്സിനും വൈനും സെഡിനൊക്കെ 2 കൊടുത്താൽ എന്താ വരിക? 2² പ്ലസ് 2² പ്ലസ് 2 ഇൻറ്റു 2² മൈനസ്. ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യണം? 0 0 0 0 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 0² പ്ലസ് 0² പ്ലസ് 2 0² ദാറ്റ് ഈസ് 0. 2² 4 പ്ലസ് 2² 4 പ്ലസ് 2 ഇൻറ്റു 4 എന്ന് വരും. ദാറ്റ് ഈസ് 4 പ്ലസ് 4 പ്ലസ് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 4 പ്ലസ് 8. ദാറ്റ് ഈസ് 16. So integral over C f dot dr is equal to 16. Very important problem ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.